ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു. 1-3 ഗോളുകൾക്കാണ് റയൽ ഒവീഡോയെ അവർ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാഴ്സലോണ ഒരു ഗോൾ വഴങ്ങുകയായിരുന്നു. പിന്നീട് 3 ഗോളുകൾ തിരിച്ചടിക്കാൻ FC ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞു. അതായത് 56-ാമത്തെ മിനിറ്റിൽ എറിക് ഗാർഷ്യ, 70-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കി, 88-ാമത്തെ മിനിറ്റിൽ റൊണാൾഡ് അരോഹോ എന്നിവരാണ് ഗോളുകൾ നേടിയത്. അങ്ങനെയാണ് ഈ ഒരു വിജയം FC ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ 33-ാമത്തെ മിനിറ്റിലാണ് റയൽ ഒവീഡോക്ക് വേണ്ടി റൈന ഗോൾ കണ്ടെത്തിയത്. അത് FC ബാഴ്സലോണയുടെ ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നായിരുന്നു. അതായത് ബോക്സിന് വെളിയിലേക്ക് അദ്ദേഹം കയറി വന്നുകൊണ്ട് പന്ത് ക്ലിയർ ചെയ്യുകയായിരുന്നു. പക്ഷേ അത് കൃത്യമായി കൊണ്ട് റൈനയുടെ കാലുകളിൽ എത്തി. അദ്ദേഹം 30 വാര അകലെ നിന്നും അത് ഷോട്ട് ഉതിർത്തുകൊണ്ട് ഗോളാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ജോയൻ ഗാർഷ്യയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ഈ മത്സരത്തിൽ FC ബാഴ്സലോണയ്ക്ക് പിറകിൽ പോവേണ്ടി വന്നത്. ഇതേക്കുറിച്ച് പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഫുട്ബോളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ ആ ഒരു കളിശൈലി കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഈ ഗോൾ വഴങ്ങേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് അത് സംഭവിക്കാവുന്ന ഒന്നാണ്. കാരണം നമ്മുടെ കളിശൈലിയാണ് അദ്ദേഹത്തെ ഇങ്ങനെ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ കളിശൈലിയുടെ അനന്തരഫലമായി കൊണ്ടാണ് നമുക്ക് ആ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹം ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. ഞങ്ങളുടെ ഡിഫൻസ് ലൈനിന്റെ അവസാനത്തെ പ്രൊട്ടക്ഷൻ അത് അദ്ദേഹമാണ്. ഞങ്ങളുടെ ബാക്ക് ലൈനിന്റെ നെടും തൂൺ അദ്ദേഹമാണ്. സാധാരണ എല്ലാം നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറാണ് ജോയൻ ഗാർഷ്യ. ഫുട്ബോളിൽ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും ഈ ഒരു താരത്തെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. മറിച്ച് ആ ഒരു കളിശൈലിയുടെ കാരണമായി കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് കളിക്കേണ്ടി വന്നതും ഗോൾ വഴങ്ങേണ്ടി വന്നതും എന്നുമാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത്. തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ FC ബാഴ്സലോണ അടുത്ത മത്സരത്തിൽ റയൽ സോസിഡാഡിനെയാണ് നേരിടുക. അതിനുശേഷമാണ് PSG-ക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരം ബാഴ്സലോണയ്ക്ക് കളിക്കേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.